നമസ്കാരം. കോട്ടയം മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഇത്തവണയും അവിടെ വിജയിച്ചു കയറിയിട്ടുള്ളത്. വളരെ വലിയൊരു ഭൂരിപക്ഷത്തിൽ 35,986 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം ജയിച്ചു കയറിയിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് കെ അനിൽകുമാറാണ് മത്സരിച്ചിരുന്നത്. പിന്നീട് BDJS സ്ഥാനാർത്ഥിയാണുള്ളത് പി അനിൽകുമാർ. അത് 9,726 വോട്ടുകളോളം നേടിയിട്ടുണ്ട്. ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും 35,986 വോട്ടുകളിൽ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് തിരുവഞ്ചൂർ അവിടെ ജയിച്ചിരിക്കുന്നത്. ഇനി 2021 കോട്ടയം മണ്ഡലത്തിലെ ഒരു വോട്ടിന്റെ നില പരിശോധിക്കുകയാണെങ്കിൽ അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. അന്ന് 65,401 വോട്ടുകൾക്കാണ് അദ്ദേഹം അവിടെ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തിലേക്ക് വരുമ്പോൾ അവിടെ വോട്ട് നില ഉയർത്തിയിരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാം. അന്നും അദ്ദേഹത്തിന്റെ എതിരാളിയായിട്ടുണ്ടായിരുന്നത് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ തന്നെയായിരുന്നു. അന്ന് 46,658 വോട്ടുകളാണ് അനിൽകുമാർ നേടിയത്. അന്ന് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള മിനർവെ മോഹൻ വെറും 8,611 വോട്ടുകൾ മാത്രമാണ് അന്ന് BJP സ്ഥാനാർത്ഥി അവിടെ നേടിയിട്ടുണ്ടായിരുന്നത്. ഇനി 2016 പരിശോധിക്കുകയാണെങ്കിൽ അന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരു മണ്ഡലം തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അന്ന് 73,894 വോട്ടുകൾക്കാണ് അവിടെ ജയിച്ചത്. അന്ന് CPM സ്ഥാനാർത്ഥി റജീസ് കറിയ 40,262 വോട്ടുകൾക്കാണ് ജയിച്ചിരിക്കുന്നത്, അവിടെ വോട്ടുകൾ നേടിയിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥി MS കരുണാകരനായിരുന്നു 12,582 വോട്ടുകൾ മാത്രമാണ് നേടിയിരിക്കുന്നത്. 2011 തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 53,825 വോട്ടുകൾ നേടി ജയിച്ചു. അന്ന് CPIM സ്ഥാനാർത്ഥിയായിട്ട് അവിടെ VN വാസവനായിരുന്നു മത്സരിച്ചിരുന്നത്. അന്ന് 53,114 വോട്ടുകളാണ് അന്ന് VN വാസവന് ലഭിച്ചത്. BJP സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്ന നാരായണൻ നമ്പൂതിരിക്ക് 5,449 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും 2011 മുതൽ തന്നെ ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കോട്ട തന്നെയാണ്. ഇത്തവണയും അദ്ദേഹം അത് നിലനിർത്തിയിരിക്കുകയാണ്.